നമ്മളുടെ പുതിയ ബ്രസ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ബ്രസയുടെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ZXi പ്ലസ് വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിലാണ് പ്രധാന മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഈ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ നമുക്കൊരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് വന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലോസി സിൽവർ ഫിനിഷ് കാണാം. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വന്നു 4 എണ്ണം. നമുക്ക് ഒരു റീഡിസൈൻ ചെയ്ത ബമ്പർ എന്ന് പറയാം. ഫോഗ് ലൈറ്റ് പ്രൊജക്റ്റഡ് LED ഫോഗ് ലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള പ്രധാന മാറ്റം വന്നിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലോ ഡയമെൻഷൻസിലോ ഒന്നും മാറ്റം വന്നിട്ടില്ല. വശങ്ങളിലേക്ക് വന്നാൽ നമുക്കൊരു 16 ഇഞ്ച് അലോയ് വീൽസ് കാണാം. അതിൻ്റെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട്. 215/60R16 തന്നെയാണ് ടയർ സൈസ്. വശങ്ങളിലായിട്ട് ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് വന്നു എന്നുള്ളതും ഒരു പ്രധാന മാറ്റമായിട്ട് പറയാം. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ബ്രസയുടെ എക്സാക്ട് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരേ ഒരു ഡിഫറൻസ് നമുക്ക് ബാക്കിൽ ഇപ്പോൾ അണ്ടർ ബോഡി CNG ആണ് വരുന്നത്. അതുകൊണ്ട് സ്പെയർ വീല് വരുന്നില്ല. ടോപ്പ് എൻഡിൽ സ്പെയർ വീല് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലാണ്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ വിക്ടോറിയസിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു 10.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 360 ക്യാമറ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ലെതറിറ്റ് വെന്റിലേറ്റഡ് സീറ്റ്സ് വന്നു. ആ വെന്റിലേഷൻ ബട്ടൺസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നു എന്നുള്ളതാണ് പ്രധാന മാറ്റം. അതുപോലെ തന്നെ ഈ വാഹനത്തിലെ എഞ്ചിനിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊരു 3 സിലിണ്ടർ ബൂസ്റ്റർ ജെറ്റ് എൻജിൻ അവൈലബിൾ ആണ് വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. എല്ലാ മാനുവലും 6 സ്പീഡ് ആക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് VXi, ZXi പ്ലസ് വേരിയൻറ്റിലാണ് കിട്ടുന്നത്. അത് നമ്മളുടെ പഴയ 1.5 പെട്രോൾ എഞ്ചിനിലേക്കാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. താങ്ക്